Hi, this is Nishad from Team HDZ. ഇത് നമ്മളുടെ ക്ലബിന് അഡ്മിൻസിനൊക്കെ ആയിട്ട് ടി വി എസിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇൻവിറ്റേഷൻ കിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന മാർച്ച് 3-4 തീയതികളിൽ ഗോവയിൽ വെച്ച് മോട്ടോ സോൾ എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ പരിപാടി ടി വി എസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട ക്ലബ്ബുകൾക്കൊക്കെ പാൻ ഇന്ത്യ ആയിട്ട് തന്നെ അവര് രജിസ്റ്റർ ചെയ്യുന്ന ക്ലബ്ബുകൾക്കൊക്കെ ആയിട്ട് അവരുടെ ഒരു ഇൻവിറ്റേഷൻ കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ റൈഡേഴ്സിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഭയങ്കര സപ്പോർട്ടീവ് ഇനി സ്പോൺസർഷിപ്പിലായാലും അതേപോലെ ഇവന്റുകൾ നടത്തുന്ന സമയത്തായാലും ഇനി ട്രാക്കിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടായാലും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു മോട്ടോർ കമ്പനി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് കമ്പനിയാന്ന് വെച്ചാൽ നമുക്ക് അവിടെ ടി വി എസിനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ റൈഡേഴ്സിന് കിട്ടുന്ന ഒരു കമ്പനിയാണ് ടി വി എസ്. അപ്പൊ അവര് നടത്തുന്ന പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ആയിരിക്കും. അത്തരത്തിലൊരു പ്രോഗ്രാം ഗോവയിൽ വെച്ച് നടത്തുന്നുണ്ട്. അപ്പൊ എല്ലാവരും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ടീം HDZ പങ്കെടുക്കുന്നുണ്ട്. മോട്ടോ ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് നമുക്കറിയാം. IBW ഒക്കെ പോയ ആളുകൾക്ക് അറിയാൻ പറ്റും, വേറെ ലെവലായിരിക്കും. അപ്പോൾ ടി വി എസ് പോലുള്ള ഒരു കമ്പനി നടത്തുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി സ്പെഷ്യൽ ആയിരിക്കും. നമുക്ക് കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടാവും. അവിടെ റൈഡേഴ്സ് മീറ്റപ്പ് ഉണ്ടാവും, പിന്നെ റൈഡേഴ്സിനെ കുറിച്ചും ബൈക്കുകളെ കുറിച്ചും ഒക്കെ പറയുന്ന കുറെ പരിപാടീസ് ഉണ്ടാവും. ഇത്തരത്തിലെ മീറ്റപ്പുകളൊക്കെ പോയ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. ഇനി ഇത്തരത്തിൽ പരിപാടികൾക്ക് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ പോവണം. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഫെസ്റ്റും സംഭവങ്ങളൊക്കെ. അപ്പൊ എല്ലാവരും ഒന്ന് അത് അറ്റൻഡ് ചെയ്യുക. അത് ശരിക്കും അടിപൊളിയാണ്. പോയ ആളുകൾക്ക് അത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ എവിടെയെങ്കിലും ചെറിയ മീറ്റപ്പുകൾ സംഘടിപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന പോലെയല്ല. ഇതൊരു വേറെ ലെവൽ പരിപാടിയാണ്. ഇത് നമ്മൾ ഇന്ത്യയിലാണ് കുറവ് എന്ന് പറയാം. മറ്റു രാജ്യങ്ങളിലൊക്കെ ഇത്തരം റൈഡേഴ്സിന് ഇത്തരം പരിപാടികളൊക്കെ ഒരുപാട് കിട്ടാറുണ്ട്. നമ്മളെ നാട്ടിൽ ഇത് കുറവാണ്. എന്നാൽ ഇപ്പൊ നമ്മളെ നാട്ടിലും പരിപാടികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ സാധാരണ മീറ്റപ്പുകളെ വെച്ച് നിങ്ങൾ ഇതിനെ കമ്പയർ ചെയ്യരുത്. ഇത് വേറെ ലെവൽ ഒരു പരിപാടിയായിരിക്കും. അപ്പൊ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പൊ എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ എന്തൊക്കെയാ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാ എന്റെ ഡീറ്റെയിൽസുകൾ വരുന്നുണ്ട്. പിന്നെ ടീം HDZ സൗത്ത് ഇന്ത്യൻ 2 സ്റ്റോക്ക് റൈഡേഴ്സ്, അപ്പൊ നമ്മുടെ ക്ലബിന്റെ സംഭവങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇവര് ഇതിൽ എന്താണ് കൊടുത്തു വിട്ടിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഒരു അൺബോക്സിങ് പരിപാടിയാണ്. കൊറിയറിന്റെ ആ ഒരു ക്വാളിറ്റിയാണ് കീറിയെടുക്കാൻ പറ്റുന്നത്. ഓക്കെ, എന്താ ഇതാണ് അവർ ഇൻവിറ്റേഷൻ കിറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവരുടെ മോട്ടോർ സോൾ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രോഗ്രാം വരുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ 2023 എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ പരിപാടി ഇതന്നെ ആയിരിക്കും. കാരണം എനിക്ക് ടി വി എസ് എന്നുള്ള കമ്പനിയെ കുറെ കാലമായിട്ട് നന്നായിട്ട് പരിചയമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പല കമ്പനികളെ അപ്രോച്ച് ചെയ്യാറുണ്ട് ഓരോ പ്രോഗ്രാമുകൾ പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് സ്പോൺസർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എപ്പോഴും ഒരു പോസിറ്റീവ് റെസ്പോൺസ് നമുക്ക് തരുന്നത് ടി വി എസ് ആയിരിക്കും. അത് ഏതൊരു റൈഡറോടും അതേപോലെ ഏത് തരത്തിൽ ഈ ഒരു ബൈക്കായിട്ടൊക്കെ നടക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് അതല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള പരിപാടിക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാ തരില്ലെന്ന് ചോദിച്ചാൽ അവർ ഒറ്റ പേരേ പറയുള്ളൂ, അത് ടി വി എസ് ആയിരിക്കും. അപ്പോൾ ടി വി എസ് നടത്തുന്ന പരിപാടി എന്തായാലും എനിക്കും സ്പെഷ്യലാണ്. ഇനി പിന്നെന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിന്റെ QR കോഡും സംഭവങ്ങളൊക്കെ വരുന്ന നമ്മളിവിടെ സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത്. നമ്മള് ജാക്കറ്റിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം, ടീഷർട്ടിലൊക്കെ വെക്കാം. അങ്ങനെ ഇത് നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള റൈഡേഴ്സിനൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ എന്താ പറയാ അവരുടെ ഒരു കീ ചെയിൻ വരുന്നുണ്ട്. ഇതിനൊക്കെ QR കോഡ് വരുന്നുണ്ട് കേട്ടോ. ഇതൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു കീ ചെയിൻ വരുന്നുണ്ട്. പിന്നെ ഒരു ടീഷർട്ട് വരുന്നുണ്ട്. എൻ്റെ സൈസിൽ എല്ലിൽ തന്നെയാണ് ടീഷർട്ട് വരുന്നത്. ഞാൻ ജസ്റ്റ് അതൊന്ന് ഇട്ട് കാണിച്ചു തരാം. പിന്നെ എന്താ പറയാ ഒരു ക്യാപ്പ് വരുന്നുണ്ട്. ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട് അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. ഇനി ജസ്റ്റ് ഇതൊന്ന് ഇട്ടിട്ടുള്ള ആ ഒരു സംഭവം ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ടീഷർട്ട്, ക്യാപ്പ് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ഒരു ലുക്കൊക്കെ ഉണ്ട്. അപ്പോ ഈ വരുന്ന മാർച്ച് 3-4 തീയതികളിലാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഗോവയിൽ വെച്ച് നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡും സംഭവങ്ങളൊക്കെ അറിയേണ്ട ആളുകൾക്ക് ഇവരുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ മോട്ടോസോൾ എന്നുള്ള ഈ ഒരു പേജും സംഭവങ്ങളൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. അതേപോലെ തന്നെ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ
ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ജോയിൻ ചെയ്യുക. ഇനി ക്ലബ്ബുകളായിട്ടാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ ഫീസിൽ, അതായത് എൻട്രി ഫീ ഒക്കെ ഇതിനുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊക്കെ എന്തൊക്കെയോ ഡിസ്കൗണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ക്ലബ്ബുകളായിട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ ആദ്യം കോൺടാക്ട് ചെയ്യുക. ഇത്തരത്തിലാണ് നമ്മൾ വരാനായിട്ട് ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയാം. അപ്പോൾ അത്തരത്തിൽ അവരുടെ കാര്യങ്ങളിലൊക്കെ അവർ പറഞ്ഞു തരും. അപ്പോൾ രജിസ്ട്രേഷനിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഇവന്റ് ആയിരിക്കും ഒരു മോട്ടോ ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിലൊരു വേറെ ലെവൽ പരിപാടി ആയിരിക്കും. അപ്പോൾ സാധാരണ ഒരു മീറ്റപ്പ് കണ്ടിട്ട് നിങ്ങൾ ഇതിനെ വിലയിരുത്താതിരിക്കുക. നമ്മൾ റൈഡേഴ്സ് അറ്റൻഡ് ചെയ്തിരിക്കേണ്ട കുറച്ച് പ്രോഗ്രാമുകൾ ഉണ്ടല്ലോ, അതിൽ പെടുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മുടെ മല്ലു ട്രാവലർ, ഷാക്കിർ ഭായ് അവരൊക്കെ വരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വേറെ ലെവൽ ഇവന്റ് അതന്നെ ആയിരിക്കും ഇത്. അപ്പോൾ ഏതൊരു ബൈക്കുള്ള ആളും വരിക. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. ബൈക്കുകൾ ഇല്ലാത്തവർക്കും വരാം. എന്ന് വെച്ചാൽ ഒരു ബൈക്കിന്റെ മോട്ടോ ഫെസ്റ്റ്, വേറെ ലെവൽ പരിപാടി. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിന് വരിക. അപ്പോൾ എനിക്കിത് പെയ്ഡ് പരിപാടിയൊന്നുമല്ല. എനിക്ക് ടി വി എസിനെ അത്തരത്തിൽ അറിയാം, എനിക്ക് ഇഷ്ടമാണ്. പിന്നെ നമ്മളെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള റൈഡേഴ്സിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മോട്ടോർ കമ്പനിയാണ്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അവിടെ വെച്ച് എല്ലാവരെയും നമുക്ക് മീറ്റ് ചെയ്യാം, അവിടെ വെച്ച് കാണാം. അപ്പോൾ ഈ പരിപാടി അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് പൊളിച്ചടക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.